നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ കഥ മാത്രമല്ല, അനേകം സ്ത്രീകളുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ സത്യങ്ങളെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ കരുതുന്നത് സമ്പാദിക്കുക എന്നത് ജോലിക്ക് പോകുന്നവരാണ് എന്ന്. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് സ്വന്തമായി ഒന്നുമില്ല എന്നുമാണ് പല ആളുകളുടെയും വിചാരം. പക്ഷേ സത്യം അതല്ല. ഒരു വീട്ടമ്മയുടെ മിച്ചം പിടിക്കുന്ന ഓരോ രൂപയ്ക്കും ഒരു കുടുംബത്തെ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാനുള്ള ശക്തിയുണ്ട്. കയ്യിലുള്ള ചെറിയ സമ്പാദ്യം പോലും ചില സമയങ്ങളിൽ ഒരു വലിയ ധൈര്യമായി മാറും. ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്ത്രീയുടെ സമ്പാദ്യം എങ്ങനെ അവളുടെ ആത്മവിശ്വാസവും കുടുംബത്തിൻ്റെ സുരക്ഷിതയും മാറുന്നു എന്ന് ഒരു മനോഹരമായ കഥയിലൂടെ നമുക്ക് കാണാം. കൂടാതെ വീട്ടിലിരുന്ന് തന്നെ നമുക്കെങ്ങനെ ചെറിയ രീതിയിൽ സമ്പാദ്യം തുടങ്ങാം എന്നതിൻ്റെ ചില പ്രധാന രഹസ്യങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും എനിക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. പലപ്പോഴും സമൂഹം ഒരു സ്ത്രീയുടെ ജോലിയെ ശമ്പളമായി മാത്രമാണ് കണക്കാക്കുന്നത്. വീട്ടിലിരുന്ന് കുടുംബത്തെ നോക്കുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും ഒരു ചിന്തയാണ്, ഞാനൊന്നും സമ്പാദിക്കുന്നില്ലേ, അതുകൊണ്ട് എനിക്കൊരു വില കുറവാണോ എന്ന്. പക്ഷെ സത്യം അതല്ല. ഒരു കുടുംബത്തെ സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നതിന് പിന്നിൽ ഏറ്റവും വലിയ പങ്ക് പലപ്പോഴും ഒരു വീട്ടമ്മയുടെ ബുദ്ധിയും നിയന്ത്രണവുമാണ്. ഒരു വീട്ടമ്മ സമ്പാദിക്കുന്നത് എല്ലായ്പ്പോഴും നേരിട്ട് പണം കൊണ്ടല്ല. അവൾ ലാഭിക്കുന്ന ഓരോ രൂപയും ഒരു സമ്പാദ്യമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ഭർത്താവ് മാസം 30,000 രൂപ സമ്പാദിക്കുന്നു എന്ന് കരുതുക. എന്നാൽ ആ വീട്ടിൽ നിയന്ത്രണമില്ലാതെ ചെലവഴിച്ചാൽ മാസാവസാനം കടമാകും. അതേസമയം ഒരു ബുദ്ധിയുള്ള സ്ത്രീ ആ പണത്തിൽ നിന്നും കുറച്ച് മിച്ചം പിടിക്കും, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കും. അതുകൊണ്ട് ആ കുടുംബത്തിൽ കടം വീഴാതെ രക്ഷപ്പെടും. അപ്പോൾ യഥാർത്ഥത്തിൽ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാണ്? സമ്പാദിച്ചവനോ അതോ സംരക്ഷിച്ചവളോ? രണ്ടും പ്രധാനമാണ്. പക്ഷേ സംരക്ഷണം ഇല്ലെങ്കിൽ സമ്പാദ്യത്തിന് ഒരർത്ഥവുമില്ല. ഇന്നത്തെ കാലത്ത് പല സ്ത്രീകളും ഒരു വലിയ തെറ്റ് ചെയ്യാറുണ്ട്. സങ്കടം വന്നാൽ ഓൺലൈൻ ഷോപ്പിംഗ്, മനസ്സുമടുത്താൽ പുതിയ ഡ്രസ്സ് വാങ്ങൽ, ഒരാൾ എന്തെങ്കിലും വാങ്ങിയാൽ അത് നമുക്കും വേണം. ഇത് ഒരു ചെറിയ നേരം സന്തോഷം തരാം, പക്ഷേ പിന്നീട് അത് വലിയ വിഷമമായി മാറും. ഓർക്കുക, ആഡംബരം മറ്റുള്ളവരെ കുറച്ച് നിമിഷം ആകർഷിപ്പിക്കും, പക്ഷേ സമ്പാദ്യം ജീവിതകാലം മുഴുവൻ നമ്മെ സംരക്ഷിക്കും. അതുകൊണ്ടാണ് പഴയ കാലമുള്ളവർ പറയുന്നത്, ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ പോലും സൂക്ഷിച്ചു വയ്ക്കുക. അതൊരു കോയിനാവട്ടെ അല്ലെങ്കിൽ ഒരു 10 രൂപ ആയിക്കോട്ടെ. അവർ വലിയ പഠനമൊന്നും നേടിയിട്ടുണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ ജീവിത ബുദ്ധി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വീട്ടമ്മയായിരിക്കുന്ന സ്ത്രീയുടെ കയ്യിൽ ചെറിയൊരു വരുമാനമെങ്കിലും വേണം. അതൊരു കോയിൻ ആയിക്കോട്ടെ. അത് കൂട്ടി ശേഖരിച്ച് വെച്ചാൽ നാളെ വലിയൊരു സമ്പാദ്യമായിട്ട് മാറാം. അതൊരു ചെറിയ തുകയാണെങ്കിൽ പോലും നാളെ അത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും. ഇനി ഒരു പ്രധാന കാര്യം പറയാം. സമ്പാദ്യം എന്നത് പണം മാത്രമല്ല, ഒരു കഴിവ് പഠിക്കുന്നതും സമ്പാദ്യമാണ്. ഉദാഹരണത്തിന് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അതും ഒരു വരുമാനമാകാം, ഇല്ലേ? ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചാൽ വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എന്നിവഴി സ്വന്തം കഴിവുകൾ പങ്കുവെക്കാം. മെഹന്തി, കാലിഗ്രാഫിയ, ട്യൂഷൻ, ബേക്കിംഗ്, അങ്ങനെ എന്തൊക്കെ അവസരങ്ങളാണ് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്കുള്ളത്. ഇതൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങിയാൽ വലിയ വരുമാനമുണ്ടാക്കാം. ഇതിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ വരുമാനമായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഒരു സ്ത്രീക്ക് എനിക്ക് സ്വന്തമായി സമ്പാദിക്കാൻ കഴിയും എന്ന് ആത്മവിശ്വാസം കിട്ടുന്ന നിമിഷം ജീവിതം മാറിത്തുടങ്ങും. ഇതിലും പ്രധാനപ്പെട്ട ഒരു സത്യമുണ്ട്. പണമുണ്ടെങ്കിൽ മാത്രമല്ല സ്ത്രീ ശക്തിയുള്ളത്. പണം കൈകാര്യം ചെയ്യാൻ അറിവുള്ളവളും ഒരു ശക്തിയുള്ളവളാണ്. കാരണം ചിലർ ഒരുപാട് സമ്പാദിക്കും, പക്ഷേ മാസാവസാനം അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാകില്ല. എന്നാൽ മറ്റു ചിലർ ചെറിയ വരുമാനത്തിൽ പോലും അവർ സ്വരുക്കൂട്ടി വെക്കുന്നു. അവിടെയാണ് യഥാർത്ഥ ബുദ്ധി. നിങ്ങൾ ഓർക്കുക, ഇന്നു മുതൽ ഈ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക, ചെറിയ രീതിയിൽ ലാഭം പിടിക്കാം, ഒരു കഴിവ് പഠിക്കാം, സ്വന്തം പേരിൽ ചെറിയൊരു സമ്പാദ്യമെങ്കിലും ഉണ്ടാക്കണം.
ഒരു ചെറിയ തുടക്കമാകാം നാളെ വലിയ ആത്മവിശ്വാസമായി മാറുന്നത്. ഒരു ദിവസം നിങ്ങൾ തന്നെ സ്വയം പറയും, ഞാൻ വെറും വീട്ടിലിരുന്ന ഒരാളല്ല, എൻ്റെ കുടുംബത്തിൻ്റെ ശക്തിയാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ സുരക്ഷിത എന്താണെന്നറിയാമോ? നമ്മളെ മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടാകുക എന്നതല്ല. ഏത് സാഹചര്യം വന്നാലും എനിക്ക് പേടിക്കണ്ട എന്ന ആത്മവിശ്വാസമുള്ളതാണ്. ആ ആത്മവിശ്വാസത്തിൻ്റെ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് സാമ്പത്തിക സുരക്ഷതയിൽ നിന്ന് വരുന്നതാണ്. പല സ്ത്രീകളും ജീവിതം മുഴുവൻ മറ്റുള്ളവർക്കായി ജീവിക്കുന്നു. ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. പലപ്പോഴും പല കാര്യങ്ങൾക്കും അവളുടെ സ്വയം ആവശ്യങ്ങൾക്ക് പോലും അവൾ മറന്നു പോകുന്ന സാഹചര്യത്തിലൂടെയാണ് പല സ്ത്രീകളും കടന്നു പോകുന്നത്. ഒരു പുതിയ ഡ്രസ്സ് വാങ്ങാമെങ്കിൽ, ഒരു പുതിയ വള വാങ്ങണമെങ്കിൽ പോലും അവൾ പലവട്ടം പറയും എനിക്കിപ്പോൾ വേണ്ട എന്ന് മാറ്റി 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 അവളുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും വെക്കുന്നത് കുടുംബത്തിലുള്ള സ്ത്രീകളാണ്. അത് സ്നേഹമാണ്. പക്ഷേ ചിലപ്പോൾ ആ ത്യാഗങ്ങൾ സ്ത്രീയെ ഉള്ളിൽ നിന്ന് തളർത്തും. കാരണം കയ്യിൽ സ്വന്തമായിട്ട് പണമില്ലാത്ത ഒരാൾക്ക് ചെറിയ കാര്യങ്ങൾ പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. ആ ആശ്രയം ചിലപ്പോൾ മനസ്സിനെ വേദനിപ്പിക്കും. അതുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് ചെറുതായിട്ടായാലും സ്വന്തം സമ്പാദ്യം വേണമെന്ന് പറയുന്നത്. ഓർക്കുക, സ്വന്തമായി പണമുള്ള സ്ത്രീ അഹങ്കാരിയാകുന്നില്ല, മറിച്ച് കൂടുതൽ ധൈര്യമുള്ളവളാകുന്നു. കാരണം അവൾക്കറിയാം കുട്ടികൾക്ക് പെട്ടെന്ന് മരുന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യണം, വീട്ടിൽ ആവശ്യങ്ങൾക്ക് സാധനം വേണ്ടി വന്നാൽ എന്ത് നേരിടണം, ആരെയും ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ സഹായിക്കണം. അതൊരു വലിയ ശക്തിയാണ്. ഇനി മറ്റൊരു സത്യം പറയാം. പല കുടുംബങ്ങളിൽ ഭർത്താവ് ഒരാൾ മാത്രമായിരിക്കും സമ്പാദിക്കുന്നത്. അങ്ങനെയുള്ള വീടുകളിൽ ചെറിയ സാമ്പത്തിക പ്രശ്നം വന്നാൽ എല്ലാവരും തളരും. പക്ഷേ വീട്ടമ്മയ്ക്ക് ചെറിയൊരു വരുമാനമുണ്ടെങ്കിൽ ആ കുടുംബം പൂർണ്ണമായി തകരാതെ നിൽക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു വീട്ടമ്മയുടെ മിച്ചം പിടിക്കൽ വെറും ലാഭിക്കൽ മാത്രമല്ല, അത് കുടുംബത്തിനുള്ള ഒരു ചെറിയൊരു സംരക്ഷണം കൂടിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പഴയകാല വീട്ടമ്മമാർ വളരെ ശ്രദ്ധയോടെ പണം ചെലവഴിക്കുന്നത്? ഒരു സോപ്പിൻ്റെ ചെറിയ കഷ്ണം പോലും അവർ കളയില്ല. ഭക്ഷണം പാഴാക്കാറില്ല. ചില്ലറ പൈസ പോലും അവർ സ്വരുക്കൂട്ടി വെക്കുന്നുണ്ട്. അവർക്ക് ജീവിതം പഠിപ്പിച്ചൊരു വലിയ പാഠമായിരുന്നു. ഇന്നുള്ളത് നാളെ ഉണ്ടാകണമെന്നില്ല എന്നുള്ള ആ പാഠമാണ് പല അമ്മമാരും നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇന്നുള്ളത് നാളെ ഉണ്ടാകണമെന്നില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു വലിയ മത്സരത്തിലാണ് ജീവിക്കുന്നത്. ആരുടെയെങ്കിലും വീട്ടിൽ പുതിയ ഫർണിച്ചർ വാങ്ങിയാൽ, TV വാങ്ങിയാൽ അത് നമുക്കും വേണം. പുതിയൊരു ഫോൺ വാങ്ങിയാൽ അത് നമുക്കും വേണം. പക്ഷേ സത്യം എന്താണെന്ന് അറിയാമോ? മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വാങ്ങുന്ന പല സാധനങ്ങളും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സാധാരണ വസ്തുവായി മാറും. പക്ഷേ അതേ പണം ഒരു അത്യാവശ്യ സമയത്ത് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ അത് അനുഗ്രഹമല്ലേ? അതുകൊണ്ട് ഓരോ സാധനവും വാങ്ങുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കുക. ഇത് എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ആവശ്യമാണോ? ഈ ചോദ്യം മാത്രം നിങ്ങളുടെ ജീവിതം മാറ്റും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകൾ പണം കൈകാര്യം ചെയ്യാൻ പഠിക്കണം. കാരണം സാമ്പത്തിക ബോധമുള്ള സ്ത്രീ കുടുംബത്തെ ഉയർത്തും. എങ്ങനെ ലാഭിക്കാം, എങ്ങനെ നിക്ഷേപിക്കാം, എങ്ങനെ ചെറിയ വരുമാനം കണ്ടുപിടിക്കാം, എങ്ങനെ ചെറിയ വരുമാനം അല്ലെങ്കിൽ ഉണ്ടാക്കാം, എങ്ങനെ കടം ഒഴിവാക്കാം, ഇവ പഠിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇന്ന് നിങ്ങളുടെ കയ്യിൽ വെറും 10 രൂപ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിനെ ബഹുമാനിക്കാൻ പഠിക്കൂ. കാരണം ഒരു ചെറിയ തുള്ളികൾ ചേർന്ന് വലിയ സമുദ്രമുണ്ടാക്കുന്നത്. ഒരു ദിവസം നിങ്ങളിൽ വലിയ സമ്പാദ്യം ഉണ്ടായേക്കാം. പക്ഷേ ആ വലിയ സമ്പാദ്യത്തിൻ്റെ തുടക്കം ഇന്ന് ചെറിയ മിച്ചം പിടുത്തത്തിലായിരിക്കും. അതിനാൽ ഒരിക്കലും നിങ്ങളെ ചെറുതായി കാണരുത്. നിങ്ങൾ വീട്ടു ചെലവ് നോക്കുന്ന ഒരാൾ മാത്രമല്ല, നിങ്ങൾ ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക മന്ത്രിയാണ്. ഒരു കുടുംബത്തിൻ്റെ സമാധാനമാണ്. ഒരു കുടുംബത്തിൻ്റെ ഭാവിയെ കാത്തു സൂക്ഷിക്കുന്ന ശക്തിയാണ് ഓരോ സ്ത്രീകളും. ജീവിതത്തിൽ വലിയ സമ്പാദ്യം തുടങ്ങുന്നത് വലിയ പണത്തിൽ നിന്നൊന്നുമല്ല, ചെറിയ ഒരു പണത്തിൽ നിന്ന് അല്ലെങ്കിൽ ചെറിയൊരു ബോധത്തിൽ നിന്നാണ്. ഇന്ന് നിങ്ങൾ മിച്ചം പിടിക്കുന്ന 1 രൂപ പോലും നാളെ വലിയ പ്രതിസന്ധിയിൽ നിങ്ങളെ രക്ഷിക്കാം. സ്വന്തം കയ്യിൽ കുറച്ച് പണം ഉണ്ടാകുമ്പോൾ ലാഭിക്കുന്നത് ആത്മവിശ്വാസവും ധൈര്യവും തരുന്നതാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ചെറുതായി കാണരുത്. നിങ്ങൾ വെറും വീട്ടമ്മമാരല്ല, ഒരു കുടുംബത്തിൻ്റെ ശക്തിയാണ്, സുരക്ഷിതയും സമാധാനവും തന്നെയാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇതൊന്ന് ഷെയറും ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റ് എന്നെ അറിയിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.